ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൽസ എക്സ്പ്ലെയിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു കെയിലെ പാർട്ട് ടൈം ജോബ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യു കെയിൽ കുറച്ച് കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാത്തത്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിയൽ വേഴ്സസ് റിയാലിറ്റി. അപ്പം അതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി യു കെയിൽ ഒരു സ്റ്റുഡൻറ്റിന് 20 hours ആണ് വീക്ക്ലി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ മിനിമം വേജസ് £12.11. അപ്പോൾ എത്ര അവർ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഒരു ബാച്ചിലേഴ്സിൻ്റെ സ്റ്റുഡൻറ്റിന് മിനിമം 3 days ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഒരു മാസ്റ്റേഴ്സിൻ്റെ സ്റ്റുഡൻറ്റിന് 2 days ആയിരിക്കും വീക്ക്ലി ക്ലാസ് ഉണ്ടാവുക. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഈ സ്റ്റുഡൻസ് ഫ്രീ ആണ്. അപ്പം ഒരു കുട്ടിക്ക് 1 day വീക്ക്ലി 2.8 hours വർക്ക് ചെയ്യാൻ പറ്റും. 1 day ഒരു സ്റ്റുഡൻറ്റിന് 2.8 hours വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് £12.11 ആണ് മിനിമം വേജസ് കിട്ടുന്നത്. അപ്പം റഫ്ലി വീക്ക്ലി ഒരു സ്റ്റുഡൻറ്റിന് 242.2 ആണ് ഏർണിങ്സ് ഉണ്ടാവുക. വീക്ക്ലി ഏർണിങ്സ് ആണ്. അപ്പം 4 ആഴ്ചയും 20 hours വെച്ച് ജോലിക്ക് പോകുന്ന ഒരു കുട്ടിക്ക് മിനിമം 968.8 സാലറി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആണ് വരിക? ഹൗസിങ്ങിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും, റെൻ്റ് ഉണ്ടാവും ആൾക്ക്. അതിൻ്റെ അകത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ബില്ല്, കറണ്ട് ബില്ലൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡിൻ്റെ ബില്ല് ഉണ്ടാവും, ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും, പിന്നെ ചെറിയ ചെറിയ അതർ മിസ്സലേനിയസ് എക്സ്പെൻസസും ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡേറ്റ യു കെയിൽ ഒരു 1.5 year ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തുനിന്നാണ്. അപ്പം ആൾക്ക് ഹൗസിങ്ങിന് റെൻറ്റ് വരുന്നത് £300 ആണ്, ഫുഡിന് വരുന്നത് £120 ആണ്, ട്രാവൽ എക്സ്പെൻസസ് £60 ആണ്. സോ റഫ്ലി ആൾക്ക് കിട്ടുന്ന വേജസിൻ്റെ അകത്തുനിന്ന് ഒരു £480 ആണ് സ്പെൻഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ആളുടെ മിനിമം വേജ് എന്ന് പറയുന്നത് £968.8 ആണ്. ഈ മിനിമം വേജ് ഓരോ മന്തിലും ചേഞ്ച് ആവും എന്നാണ് സ്റ്റുഡൻറ്റ് പറയുന്നത്. അപ്പോൾ ആൾക്ക് കിട്ടുന്ന വേജസ് 968.8. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 480 മാത്രമാണ് സ്പെൻഡ് ആവുന്നത്. സോ ദ ബാലൻസ് ഇസ് £488. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മന്ത്ലി £488 വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 3 months കൂടുമ്പോൾ സുഖമായിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും. ഇഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് ഹാവിങ് എ ലോൺ, അതും കൂടി മീറ്റ് ചെയ്ത് ഈസി ആയി പോകാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു സ്റ്റുഡൻറ്റിന് യു കെയിൽ പ്രോപ്പറായിട്ടൊരു 20 hours ജോബ് ഉണ്ടെങ്കിൽ മോർ ദാൻ £900 സുഖമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമായിട്ടും എന്തുകൊണ്ടാണ് ദർ ആർ ഡീൽസ് കമ്മിങ് അപ്പ്? ജോബ് കിട്ടുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, എവറിവെയർ സ്ട്രഗിൾ നമുക്കുണ്ടാവും. ഇനീഷ്യലി നമ്മളൊരു കൺട്രി ചെല്ലുമ്പോൾ ഏത് കൺട്രിയിലാണെങ്കിലും നമുക്ക് ജോലിക്ക് പോകാനും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ജോബ് പോകാനും അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനും മെയിൻ ടൈം എക്സാംസ് മീറ്റ് ചെയ്യാനും സെയിം ടൈം ജോലിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ അല്ലാണ്ടൊരു പുതിയ സിറ്റുവേഷൻ ചെല്ലുമ്പം എല്ലാവർക്കും അത് ടഫായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുമെന്ന്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഒരു ജോബിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ബേസിക്കലി നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൽഡ് ആണെന്നുള്ളത് നമ്മുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം. അതിന് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ടുള്ള ഒരു CV ഉണ്ടായിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിച്ച ആളാണോ ബാച്ചിലേഴ്സ് പഠിച്ച ആളാണോ എന്നൊന്നും അല്ലായിരിക്കും ഈ ജോബിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ടർ നോക്കുന്നത്. അവർ കൊടുക്കുന്ന ജോലി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ 12 hours ജോബ് ഉണ്ടാവില്ല. ഇത്ര അവേഴ്സ് മാത്രം നമുക്ക് വർക്ക് ചെയ്താൽ മതി, അത് നമുക്ക് നല്ലൊരു പേയ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോലിക്ക് പോവുക, ജോലിക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതാണ് ഏറ്റവും മെയിൻ പോയിന്റ്. ഞാനിപ്പോൾ ജോലിക്ക് എന്നിട്ട് പറയാണ്, എനിക്ക് തിങ്കളും ചൊവ്വയും മാത്രമേ ജോലിക്ക് വരാൻ പറ്റത്തുള്ളൂ, ബുധനും വ്യാഴവും എനിക്ക് ക്ലാസ് ഉണ്ട്. ആ എംപ്ലോയർ നമുക്ക് ജോലി തരില്ല. നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. ഇപ്പം ക്ലാസ് അവേഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ജോലിക്ക് കയറാന്ന് പറയുന്നത് നാട്ടിൽ വെറുതെ ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഫുഡ് കഴിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ജോലി ചെയ്യണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, ലോൺ ഇല്ല,
ഫീസ് അടയ്ക്കണമെങ്കിൽ വി ഹാവ് ടു വർക്ക്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അതല്ല എനിക്കെല്ലാ അച്ഛനും അമ്മയും ഇത്രയും നാളും തന്നിട്ടുണ്ടായിരുന്നു, ഇനിയും തരും എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടത്തില്ല. അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കെൻഡ് വർക്ക് കൾച്ചറുള്ള കൺട്രിയാണ്. അവിടെ വീക്കെൻഡിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. അതായത് വീക്കെൻഡിൽ അവരെല്ലാവരും ഹോളിഡേ എടുത്ത് പോകും. സോ വീക്കെൻഡിൽ സ്റ്റുഡൻസിന് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ അധികം ഉണ്ട്. അതുപോലെ തന്നെ ഹോളിഡേയ്സിലും, അതായത് ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻ്റർനാഷണലി ഉള്ള ഹോളിഡേയ്സിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഉള്ള ആരും തയ്യാറായിരിക്കില്ല. അപ്പം ആ സമയത്തും ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവൈലബിലിറ്റീസും ഉണ്ടാവും. അപ്പം നമുക്ക് ആ ടൈമിൽ ജോബ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ടൈമിൽ ആപ്ലിക്കേഷൻസ് കൊടുക്കാനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ചൂസ് ചെയ്ത് പാർട്ട് ടൈമിന് പോകാനും നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹോളിഡേൻ്റെ സമയത്ത് എല്ലാ സ്റ്റുഡൻസിനും ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അല്ലാത്ത സമയത്ത് പാർട്ട് ടൈം ആയിട്ടും വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്ത് ഒരുപാട് കുട്ടികൾ ഫീസ് അടയ്ക്കുകയും അതുപോലെ തന്നെ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ജോലി ചെയ്യാൻ മനസ്സുള്ള കുട്ടികൾക്ക് എപ്പോഴും UK ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണെന്ന് മനസ്സിലാക്കി ആ സമയം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. എനിക്ക് ജോലി വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങ് പൊക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇഫ് യു ആർ റിയലി ലുക്കിംഗ് ഫോർ എ ജോബ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാച്ചിലേഴ്സിൻ്റെ കുട്ടികൾക്ക് 3 days ക്ലാസ് ഉണ്ടാവും, മാസ്റ്റേഴ്സിൻ്റെ കുട്ടികൾക്ക് 2 days ക്ലാസ് ഉണ്ടാവും. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ബാച്ചിലേഴ്സ് പോകുന്ന കുട്ടികൾ ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിക്ക് എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ ലോൺ കീപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് സ്മൂത്തായിട്ട് പോകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണലി ഒരു 50,000 എങ്കിലും നമ്മൾ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനീഷ്യലി ഉള്ള സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മൾ ഫുഡ് ആയിരിക്കും ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ റെൻറ്റിൻ്റെ കാര്യത്തിൽ, റൂം ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് വീട്ടിലെല്ലാവർക്കും സിംഗിൾ റൂം ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ UK ചെല്ലുമ്പോൾ കുറച്ച് റെൻറ്റ് കുറച്ച് കിട്ടണമെങ്കിൽ ഒരു ഷെയറിംഗ് റൂം എടുത്താലേ കിട്ടുള്ളായിരിക്കും. സോ വി ഹാവ് ടു കോംപ്രമൈസ് വെൻ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടൈമിൽ. ആഫ്റ്റർ ഒരു സർട്ടൺ പീരീഡ് കഴിയുമ്പം എല്ലാം ഓക്കെ ആവും. സോ ടിൽ ദാറ്റ് ടൈം നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടെ പിന്നീട് ഈസി ആയിരിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് ടൈം ജോബിന് പോകുമ്പം അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാണ്ട് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യാണ്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. അപ്പം UK റിലേറ്റഡ് വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. UK അഡ്മിഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ, UK മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് അഡ്മിഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എപ്പോഴും നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. ഫ്രം എനിത്തിങ് ടിൽ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമിൻ്റെ അകത്ത് അസിസ്റ്റൻസ് തരുന്നോണം വരെ എപ്പോഴും നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. കൊച്ചിയിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കയറി പോകുമ്പോൾ തൊട്ട് ടിൽ യു റീച്ച് ഹീത്രൂ എയർപോർട്ട് അല്ലെങ്കിൽ ലണ്ടനിലെ ഏത് എയർപോർട്ടിൽ എത്തിയാലും നമ്മൾ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രം വെരി ബിഗിനിങ് ടു ടിൽ എൻഡ് നമ്മുടെ പ്രോസസ്സും ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. For more admissions or enquiry, call us, and thanks for watching.